അപ്പം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വീഡിയോ ഒന്നും ചെയ്യേണ്ടെന്ന് വിചാരിച്ചതാണ്. അപ്പോഴാണ് നമുക്ക് പറ്റിയൊരു തെറ്റ് തിരുത്തണം. അതുപോലെ തന്നെ നമ്മുടെ പ്രണവ് മോഹൻലാൽ അദ്ദേഹത്തിൻ്റെ പുതിയ ചിത്രത്തിൻ്റെ ടൈറ്റിൽ പുറത്തു വന്നിട്ടുണ്ട്. രാഹുൽ സദാശിവൻ എന്ന പ്രമേയുഗത്തിൻ്റെ, മമ്മൂട്ടിയുടെ പ്രമേയുഗം നമ്മളെ ഞെട്ടിപ്പിച്ചൊരു സിനിമയായിരുന്നു. വളരെ നാളിന് ശേഷം ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ മമ്മൂട്ടി പ്രത്യക്ഷപ്പെടുന്നു. അങ്ങനെയൊക്കെ കൊണ്ട് എല്ലാം കൊണ്ടൊരു പുതുമയാർന്ന കഥയും പേടിപ്പെടുത്തുന്നൊരു കഥയൊക്കെയായിരുന്നു. അപ്പോൾ അതിലൂടെ ഞെട്ടിപ്പിച്ച രാഹുൽ സദാശിവൻ എന്ന് പറയുന്ന വ്യക്തി പുതിയതായിട്ട് തൻ്റെ സ്വന്തം തിരക്കഥയിൽ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് പ്രണവ് മോഹൻലാൽ ചിത്രം. അതിൻ്റെ ഷൂട്ടിങ്ങൊക്കെ കഴിഞ്ഞു. അതിൻ്റെ ടൈറ്റിൽ പുറത്തു വിട്ടിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ആ ടൈറ്റിൽ കണ്ടപ്പോൾ സത്യം പറഞ്ഞ് ഞാനും പേടിച്ചു പോയി. എന്തോ ഒരു ഹൊറർ ചിത്രത്തിൻ്റെ പ്രതീതി ഈ ടൈറ്റിൽ തന്നെ വരുന്നുണ്ട്. നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. സത്യം പറഞ്ഞാൽ അങ്ങോട്ട് നോക്കുമ്പോഴേ ഒരു പേടിപ്പെടുത്തുന്ന ഒരു സംഭവമായിട്ട് ഇറൈ എന്ന് പറയുന്ന പേരാണ് ഇവർ പടത്തിനിട്ടിരിക്കുന്നത്. അപ്പം അതാ ചുമരയിൽ എനിക്ക് തോന്നുന്നു ടൈറ്റിലൊക്കെ ഇങ്ങനെ വീഡിയോ ആയിട്ടൊക്കെ അപൂർവമായിട്ടാണ് വന്നിട്ടുണ്ടോ എനിക്കറിയില്ല. പക്ഷേ ഇതൊരു പുതുമയുള്ളൊരു കാര്യം. അത് എല്ലാവരുടെയും മനസ്സിലെത്തിക്കാനൊക്കെ ഇങ്ങനെയുള്ള മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ ഉപയോഗിക്കുന്നത് വളരെ നന്നായിരിക്കുമെന്ന് തോന്നുന്നു. ഏതോ ഒരു ഹൊറർ ചിത്രത്തിൻ്റെ പ്രതീതി തന്നെ നമുക്ക് ആദ്യമേ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. ഇത് പ്രണവും രാഹുൽ സദാശിവവും ഒക്കെ ഞെട്ടിക്കും എന്നുള്ള കാര്യത്തിൽ നമുക്കൊരു പ്രതീക്ഷയ്ക്ക് വക നൽകുന്നതാണ് ഇതിൻ്റെ ടൈറ്റിൽ പ്രഖ്യാപനം തന്നെ. അടുത്ത് തന്നെ ഈ ചിത്രം പ്രതീക്ഷിക്കാം എന്ന് തോന്നുന്നു. അപ്പം പ്രണവ് മോഹൻലാലിൻ്റെ പുതിയൊരു ചിത്രം, അത് ഷൂട്ടിങ് തുടങ്ങിയതും തീർന്നതൊന്നും ആരും അത്രമേൽ അറിഞ്ഞില്ല. പലരും അതിനുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കുന്നത് കേട്ടു, ഇത്ര പെട്ടെന്ന് പാക്കപ്പ് ആയോ എന്നൊക്കെ ചോദിക്കുന്നത് കേട്ടു. ഏതായാലും വളരെ കുറച്ച് സമയം കൊണ്ട് ഇത് ഷൂട്ടിങ് തീർത്തു. അതിന് തിയേറ്ററിലെത്തണം, അതിനു വേണ്ടിയൊരു കാത്തിരിപ്പ്. ഇതിനിടയിൽ ഈ പേര് ഡിയാ സിറെ എന്ന് പറയുന്ന പേര് ഈ എന്താ പറയുന്നത്, മരിച്ചവർക്ക് വേണ്ടി കുർബാനയ്ക്ക് വേണ്ടി പാടുന്ന ഒരു ലാറ്റിൻ ഗാനമാണെന്ന് ഈ വീഡിയോയ്ക്ക് താഴെ ഒരു കമൻ്റ് ഇട്ടേക്കുന്നുണ്ട്. മരിച്ചവർക്ക് വേണ്ടി കുർബാനയിൽ പാടുന്ന ഒരു ലാറ്റിൻ ഗാനമായിട്ടാണ് ഇത് പറയുന്നത് എന്ന് പറയുന്നു. ഡിയാ സിറെ എന്ന് പറയുന്ന ഗാനം അതിൽ നിന്നാണോ എടുത്തിരിക്കുന്നതെന്നറിയില്ല. ഏതായാലും എല്ലാം കൊണ്ടും ഒരു പ്രേതത്തിൻ്റെ അവസ്ഥയിലേക്ക് വീണ്ടും എത്തുന്നു എന്നുള്ളതാണ്. ഹൊറർ ചിത്രമൊക്കെ കാണാൻ ഭയങ്കര താല്പര്യമില്ലേ? എന്നാൽ കണ്ടു, അടുത്ത ഹൊറർ ചിത്രമായിട്ട് പ്രണവും രാഹുൽ സദാശിവം എത്തിയിരിക്കുന്നു. ഏതായാലും ഞാൻ കൺഫേം ചെയ്യുന്നതൊന്നുമില്ല പ്രേതകഥയാണെന്ന്. പ്രേതകഥയാണെങ്കിൽ അല്പം കൂടെ ഒരു പ്രേതകഥയൊക്കെ കണ്ടു ഒത്തിരി നാളല്ലേ, നമുക്കത് കാണാം. അതുപോലെ തന്നെ എനിക്ക് കഴിഞ്ഞ വീഡിയോയിൽ ചില തെറ്റുകൾ പറ്റും. ആ തെറ്റുകൾ എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമായിരുന്നു. കാരണം പടക്കളം എന്ന് പറയുന്ന നമ്മുടെ ചിത്രം മണിക്കൂറിൽ ഏകദേശം 8000 ടിക്കറ്റോളം വിറ്റ് പോകുന്നു. തുടരും എന്ന ചിത്രത്തിനേക്കാൾ കൂടിയ ടിക്കറ്റ് വിൽക്കുന്നു എന്ന രീതിയിലാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട ഒരാൾ എനിക്ക് ആ തെറ്റ് ചൂണ്ടിക്കാണിച്ചു. സത്യം പറഞ്ഞാൽ പുള്ളിയോട് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. ഞാൻ അത് ശ്രദ്ധിച്ചില്ല. കാരണം 24 മണിക്കൂറിൽ പടക്കളം വിറ്റ ടിക്കറ്റിൻ്റെ എണ്ണമാണ് ഏകദേശം 9250 ടിക്കറ്റാണ് വിറ്റിരിക്കുന്നത്. 24 മണിക്കൂർ കൊണ്ട് വിറ്റതാണ്. അതുപോലെ സർക്കിട്ട് എന്ന് പറയുന്ന ചിത്രവും 24 മണിക്കൂർ കൊണ്ടാണ് 7290 ടിക്കറ്റ് വിറ്റിരിക്കുന്നത്. ഞാനന്നേരം ഞെട്ടിപ്പോയി. കാരണം ഇങ്ങനെ ഈ ചിത്രങ്ങൾക്ക് രണ്ടുപേർക്ക് ഇത്രയും ടിക്കറ്റ് വിറ്റ് മാറുന്നെങ്കിൽ ഏകദേശം 3 കോടിക്കടുത്തുള്ള കളക്ഷൻ നമുക്കിന്ന് പ്രതീക്ഷിക്കാമെന്ന് തോന്നും. പക്ഷേ അതൊന്നുമില്ല. 7000ഉം 9000 എന്നൊക്കെ പറഞ്ഞത് അത് 24 മണിക്കൂർ കൊണ്ട് ആ ചിത്രങ്ങൾ വിറ്റ് പോകുന്ന ടിക്കറ്റിൻ്റെ അവസ്ഥയാണ്. അപ്പം നമുക്കിപ്പം പരിശോധിച്ചാൽ തുടരും എന്ന ചിത്രം തന്നെയാണ് ഇപ്പോഴും മുൻപന്തിയിൽ നിൽക്കുന്നത്. 8900 ടിക്കറ്റ് 1 മണിക്കൂർ വിറ്റ് പോകുന്നു. മറ്റേതല്ല 24 മണിക്കൂർ വിറ്റിക്കുന്ന ടിക്കറ്റാണ്
അതിനേക്കാൾ കൂടിയ ടിക്കറ്റിൻ്റെ എണ്ണമാണ് ഇപ്പോൾ 1 മണിക്കൂറിൽ തുടരും എന്ന ചിത്രം വിറ്റുപോകുന്നത്. അപ്പോൾ തുടരും എവിടെ നിൽക്കുന്നു എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലായി. പ്രിൻസ് ആൻഡ് ദ ഫാമിലി എന്ന് പറയുന്ന ചിത്രം 1 മണിക്കൂർ വിൽക്കുന്നത് 1920 ടിക്കറ്റ് മാത്രമേ ഉള്ളൂ എന്നറിയുമ്പോഴാണ് തുടരും ജനമനസ്സിൽ എന്തുമാത്രം സ്ഥാനം പിടിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാകുന്നത്. ഇന്നും തുടരും ചിത്രത്തിൻ്റെ കളക്ഷൻ ഏകദേശം 3 കോടിക്ക് മുകളിലാണ് ആയിരിക്കും. 2.5-3 കോടി അടുത്ത് തന്നെ പ്രതീക്ഷിക്കാമെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ, നാളെ കൊണ്ട് ഈ ചിത്രം 90 കോടിയിലേക്ക് എത്താനുള്ള സാധ്യതയാണ്. ശനിയാഴ്ച നല്ല ബുക്കിംഗ് ഇപ്പം തന്നെ കാണുന്നുണ്ട്. അപ്പോൾ ശനി ഞായറും കൊണ്ട് ഏകദേശം 90-95 കോടിയിലേക്ക് എത്താനുള്ള സാധ്യതയാണ് ഞാൻ മുന്നിൽ കാണുന്നത്. അടുത്ത ആഴ്ച പിന്നിടുമ്പോഴത്തേന് ഈ ചിത്രം 100 കോടിക്ക് മുകളിലും നേടും. അപ്പോൾ ആ തെറ്റൊന്ന് തിരുത്തണം, ഈ വീഡിയോ ഒന്ന് പങ്കുവെക്കണം. ഇതിനു വേണ്ടി മാത്രമാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തത്. അതുപോലെ ഫാമിലി എന്ന് പറയുന്ന ദിലീപിൻ്റെ ചിത്രത്തിന് ചില ജനാഭിപ്രായങ്ങളൊക്കെ, മികച്ച ജനാഭിപ്രായങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം ടിക്കറ്റ് വിൽപ്പനയിൽ അതൊന്നും കാണുന്നില്ല. 1920 ടിക്കറ്റേ വിറ്റുള്ളൂ. മറ്റുള്ള ചിത്രങ്ങളെ അപേക്ഷിച്ച് മികച്ച ടിക്കറ്റ് വിൽപ്പന കാണുന്നുണ്ട്. നമ്മൾ തുടരും ആയ ചിത്രവുമായിട്ട് ഒരു കാരണവശാലും, പ്രത്യേകിച്ച് ലാലേട്ടൻ ചിത്രവുമായിട്ട് ടിക്കറ്റ് വിൽപ്പന വേറെ ഒരു ചിത്രവുമായിട്ട് തുലനം ചെയ്യാൻ പാടില്ല. ഇപ്പം മണിക്കൂറിൽ 2000 ടിക്കറ്റ് വിൽക്കുന്നതെന്ന് പറഞ്ഞാൽ നല്ലൊരു രീതിയിലാണ് പ്രിൻസ് എന്ന് പറയുന്ന ചിത്രം മാറുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ലാലേട്ടൻ്റെ ചിത്രവും തുടരും ചിത്രം എന്ന് പറയുന്നത് 8900 വിൽക്കുന്നു. അതിൻ്റെ അടുത്ത് വരണമെന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും നടക്കത്തില്ല. അതുകൊണ്ട് ദിലീപിൻ്റെ ചിത്രം സാമാന്യം ഭേദപ്പെട്ട നിലയിൽ തന്നെ മുന്നോട്ട് പോകുന്നു. ഇന്ന് ദിലീപിൻ്റെ ചിത്രത്തിൻ്റെ ഫ്ലാറ്റ് കളക്ഷൻ എന്ന് പറയുന്നത് 46 ലക്ഷം രൂപയാണ്. അപ്പം അത് ഏകദേശം 1 കോടിക്ക് മുകളിലുള്ള കളക്ഷൻ ഇന്ന് ആദ്യ ദിനം നേടും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. വലിയ ഹൈപ്പൊന്നും ഇല്ലാതെ വന്ന ദിലീപിൻ്റെ ചിത്രം 1 കോടിക്ക് മുകളിൽ നേടിയ മികച്ചൊരു തുടക്കം എന്ന് പറയാം. തുടരും എന്ന ചിത്രം 2.5-3 കോടി റേഞ്ചിൽ തന്നെയാണ് ഇന്നും പ്രതീക്ഷിക്കുന്നത്. അപ്പം പുതിയ ചിത്രങ്ങൾ വന്നിട്ടും തുടരുവിന് യാതൊരുവിധ കുഴപ്പവും തട്ടാതെ അശ്വമേധം തുടരുകയാണ്. അത് തുടരട്ടെ. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും ഞാൻ എത്താം. ഓക്കെ, ബൈ.